ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു വിശേഷമുള്ള ദിവസമാണ്. ഇന്ന് അമ്പുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പ്രത്യേകിച്ച് വീട്ടിലെ ആഘോഷങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹസ്ബൻഡിൻ്റെ മുത്തശ്ശി മരിച്ചിട്ട് നമുക്ക് അധികം ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് നമ്മൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ആയിട്ടില്ലേ? ഞങ്ങൾ ഇറങ്ങുകയാണേ. ബർത്ത്ഡേ ബോയിനെ കണ്ടേ? ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ബർത്ത്ഡേ ബോയ് ഹായ് പറയൂ. ബർത്ത്ഡേ ബോയ്ക്ക് തീരെ സുഖമല്ല ഗൈസ്. ജലദോഷം, കഫക്കെട്ട് എന്നീ സംഭവങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് 2 ദിവസമായിട്ട്. അപ്പൊ ഇതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ടേ. ഇന്ന് എന്തൊക്കെയാ പ്ലാൻ എന്നല്ലേ? കുറച്ചധികം പ്ലാൻസ് ഉണ്ട് ഗൈസ്. ഫസ്റ്റ് നമ്മളൊരു സിനിമയ്ക്ക് പോവാണേ. സിനിമ കഴിഞ്ഞിട്ട് വേണം ബാക്കി എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. അമ്പുട്ടിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അവന് കാര്യമായിട്ടൊന്നും നമ്മൾ ഈ ബർത്ത്ഡേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഫുൾ ഡേ അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അമ്പുട്ടി ഹാപ്പി? നോക്കട്ടെ, അമ്പുനെ നോക്കട്ടെ. ഹായ് പറ. ഞങ്ങളുടെ നാടിന്റെ ഭംഗിയൊന്ന് നോക്കൂ ഗൈസ്. ഈ വഴി പോകുമ്പോഴില്ലേ ഒരു കനാലാണ് ഇവിടെ. ഈ കനാലിന്റെ 2 സൈഡിലായിട്ട് എന്ത് ഭംഗിയാച്ചിട്ടാ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഗ്രീനറിയാണ്. നമുക്ക് എത്ര നോക്കിക്കഴിഞ്ഞാലും മതിയാവില്ല. അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഒറ്റപ്പാലം ലാഡർ സിനിമാസിലേക്കാണ് ഞങ്ങൾ സിനിമ കാണാൻ വന്നിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ വരാറുണ്ട്. നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് റണ്ണിങ് ഉണ്ടെങ്കിൽ കൂടെ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. സൂപ്പറാണ്. അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. തിയേറ്ററിനകത്ത് കയറി. ഏത് സിനിമയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. തുടക്ക സിനിമയ്ക്കാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 10:20 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10:30 ഷോ. ഇവിടെ ഈ തിയേറ്ററിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ വന്ന അപ്പം അമ്പുട്ടിക്ക് അവിടേക്ക് കയറണം. ഇന്നിപ്പോൾ സമയമില്ല, അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിനിമയ്ക്ക് കയറണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്പുട്ടീനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോവാണ് കേട്ടോ. ഓൾറെഡി അവന് വെയ്യ, ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പം ഞങ്ങൾ സിനിമ കാണാൻ കയറട്ടെ കേട്ടോ. അപ്പം ഇനി സിനിമയൊക്കെ കണ്ടിട്ട് കാണാം. ടാറ്റാ. അപ്പം ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടിറങ്ങിയിട്ടുണ്ടേ. ഇനി നേരെ പോണത് ഫുഡ് കഴിക്കാനാണേ. ഒറ്റപ്പാലത്തുള്ള അറേബ്യൻസിലേക്കാണ് കേട്ടോ കയറിയത്. പക്ഷെ ഇതായിരുന്നില്ല ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. കണ്ണിയമ്പുറത്തൊരു ഹോട്ടലുണ്ട്, ചോറും മീനൊക്കെ കിട്ടണത് അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പം അങ്ങോട്ടേക്ക് പോവാം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്പുട്ടിക്ക് ഇന്ന് മന്തി വേണം എന്നൊരേ വാശി. അപ്പോൾ പിന്നെ ബർത്ത്ഡേക്കാരൻ്റെ കാര്യത്തിനാണല്ലോ നമ്മളിന്ന് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പം ശരി, ഇന്ന് മന്തി ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അറേബ്യൻസിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണേ. വലിയ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ മന്തി, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഫിലിമിൻ്റെ വിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം, നല്ല ഫിലിമാണ്. എനിക്കിഷ്ടമായി കേട്ടോ. ഗേൾസിനൊക്കെ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഒരു ഇൻസ്പയറിങ് മൂവി എന്ന് പറയാം. പിന്നെ വിസ്മയ മോഹൻലാലിൻ്റെ ഫസ്റ്റ് മൂവിയാണല്ലോ. അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നറിയാനുള്ളൊരു ആകാംക്ഷയും ഉണ്ടായിരുന്നു. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. നന്നായിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങളുടെ ബാക്കി പരിപാടികളിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. എല്ലാം നടക്കുമോ എന്നുള്ളത് അറിയില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പല പരിപാടികളും പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുമെങ്കിലും എല്ലാം ഒന്നും നടക്കാറില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ക്ഷീണം വരും. പിന്നെ പോവുക എന്നുള്ള മട്ടായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല. എന്തായാലും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ട്. പപ്പയ്ക്കും ഉണ്ട്, അമ്പുട്ടിക്കും ഉണ്ട്. എനിക്ക് ഷോപ്പിംഗ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് കണ്ടുവച്ച ഇഷ്ടപ്പെട്ടു നമ്മൾ അങ്ങനെ എടുക്കുമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ അമ്പുട്ടി മന്തി വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞതും അവൻ നിർത്തി. ഞാനും അതുപോലെ തന്നെ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? ആസ് യൂഷ്വൽ പാർസലാക്കി. പപ്പയ്ക്ക് പൊതുവെ ഇങ്ങനത്തെ ഫുഡുകളോടൊന്നും വലിയ താല്പര്യമില്ല. പപ്പയ്ക്ക് നോർമൽ ഫുഡുകളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി ഇറങ്ങാൻ വേണ്ടി പോവാണേ ഷോപ്പിങ്ങിന്. അപ്പം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ ഷോപ്പിങ്ങിനാണ് കേട്ടോ. അമ്പുട്ടി അപ്പൊ നീ ഓണായോ? ഫുഡ് കഴിച്ചപ്പോ നല്ല മന്തിയൊക്കെ തട്ടിപ്പോ സെറ്റായോ? ഇനി നമ്മളെങ്ങടെ പോണേ? ട്രെൻഡ്സിലാണോ പോണ്ട്, സ്റ്റുഡിയോയിലാണോ പോണ്ട്? സ്റ്റുഡിയോയില് നല്ല ഓഫറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയാലോ? രണ്ടിലും പോവാല്ലേ? അപ്പൊ ഗൈസ് ഞങ്ങള് ഇനി ഒറ്റപ്പാലത്തുള്ള സ്റ്റുഡിയോയിലേക്ക് പോവാൻ കേട്ടോ. സ്റ്റുഡിയോ അല്ലെങ്കിൽ ട്രെൻഡ്സ് ഏതെങ്കിലും ഒരെണ്ണം, ഇല്ലെങ്കിൽ 2 ആദ്യം ഞങ്ങൾ കയറുന്നത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ കയറി അമ്പുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രെൻഡ്സിൽ പോവാം എന്നുള്ള പ്ലാനാണ്.
ആൾ ഓൾറെഡി ഓണത്തിന് ഒരു ഡ്രസ് കോഡൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് സൂപ്പർ ബാഗി പാൻറ്റും പിന്നെ എന്താണ് വൈറ്റ് ഷൂ ആണ് അത്ര ഇവരുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. പിന്നെ വേറെ അവന് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓഫറിലുള്ള ഐറ്റംസ് ഒക്കെ ഏകദേശം തീർന്നിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു. അവൻ പറഞ്ഞ ഐറ്റംസ് ഒന്നും നമുക്ക് സ്റ്റുഡിയോയിൽ കിട്ടിയില്ല. പിന്നെ നേരെ ട്രെൻഡ്സിലേക്ക് കയറി. ട്രെൻഡ്സിൽ നിന്ന് പപ്പയ്ക്കും അമ്പൂനും വീണ്ടും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. ട്രെൻഡ്സിൽ കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഡേ. വീട്ടിലെത്തിയപ്പോഴത്തേക്കും 3 മണിയായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.